ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളമായി കൊടൈക്കനാൽ വന്നിട്ട്. ഡിസംബറിലെങ്ങാണ്ട് പോയാണ് കൊടൈക്കനാൽ. അപ്പോൾ ഇതാ ഈ ഒരു കൊല്ലമായി കറക്റ്റ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കംപ്ലീറ്റും കൊടൈക്കനാലത്തെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിക്ക് പാലക്കാട് ഇറങ്ങി. ഇപ്പോൾ 6 മണിയായ സമയം. അപ്പോൾ പൊള്ളാച്ചി ചെക്ക് പോസ്റ്റിന് 10 കിലോമീറ്റർ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് ഞാൻ പോകുന്ന വഴി കാണിച്ചു തരാം. ഇപ്പോൾ സമയം 6 മണിയായി, നേരം വെളുത്ത് വരുന്നു. ഇതാ ഞങ്ങളുടെ വണ്ടിയെല്ലാം പാക്ക് ചെയ്തു, സാധനങ്ങളെല്ലാം. ഇതാ ഇന്ന് എൻ്റെ കൂടെ സായമുണ്ട്. അപ്പോൾ ഞാനും സായം കൂടെയാണ് ഇന്ന് കൊടൈക്കനാലിൽ പോകുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് മെല്ലെ ഇനി കൊടൈക്കനാലിൽ നീങ്ങാം. ഒരുപാട് നാളായി ഈ ഒരു കൊടൈക്കനാൽ സൈഡിലേക്ക്, അതായത് തമിഴ്നാട് സൈഡിലേക്ക് വന്നിട്ട് കുറേ നാളായി. ഒരു ഏർലി മോർണിംഗ് റൈഡൊക്കെ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു വൈബൊക്കെ തിരിച്ചു കിട്ടിയ ഫീലിംഗ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തി. നല്ല പൊരിഞ്ഞ മഴയായിരുന്നു വരുന്ന വഴിയൊക്കെ. നമ്മൾ പഴനി ജസ്റ്റ് കയറി 6 കിലോമീറ്റർ പഴനിയിൽ നിന്ന് ഇങ്ങോട്ട് കയറി. ഞങ്ങൾ ഈ സൈഡിൽ, ഈ മരങ്ങളുടെ സൈഡിൽ നിർത്തി. നല്ല പൊരി മഴയായിരുന്നു. ഇനി ഏകദേശം ഒരു 65-70 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിലേക്ക്. ഞങ്ങൾ കംപ്ലീറ്റ് നനഞ്ഞ് മറ്റേ പിണ്ടിയായി. സായി, എന്താ തണുപ്പില്ല ഇവിടെ തന്നെ? നല്ല തണുപ്പുണ്ട്. ഇനി കൊടയെത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ താഴത്തിൻ്റെ ഇങ്ങനെയാ. ഇതുണ്ടോ ക്ലൈമറ്റ് ഉണ്ടോ? അവിടെയൊക്കെ മറ്റേ മുകൾ ഭാഗത്തൊക്കെ കോട കയറി മൂടിയിരിക്കുകയാണ്. ഈ സൈഡ് പഴനി സൈഡ്, പൊള്ളാച്ചി എല്ലാം അങ്ങനെ ആയിരുന്നു വരുന്ന വഴിയൊക്കെ. പിന്നെ പോകുന്ന വഴി കൊടൈക്കനാൽ എത്തിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം. ഞങ്ങൾ കംപ്ലീറ്റ് നനഞ്ഞുകൊണ്ട് കണ്ട കംപ്ലീറ്റ് നനഞ്ഞു. അതുകൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ നല്ല തണുപ്പടിക്കുന്നത്. ഓക്കെ, ഇപ്പം എന്തായാലും നേരെ മുമ്പോട്ട് നീങ്ങാം. ഏകദേശം കൊടൈക്കനാലിൻ്റെ താഴെ എത്തി. എൻ്റെ മോനെ, ക്ലൈമറ്റ് നോക്ക്. കംപ്ലീറ്റ് കോട്ട കയറി മൂട്ടിക്കിടക്കാണ്. ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കട്ടെ അപ്പം മുകളിൽ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം ആ മഴ പെയ്ത് കംപ്ലീറ്റ് തണുത്ത് കിടക്കാണ്. വേണ്ട, കൈയൊക്കെ ഇപ്പം തന്നെ നമ്മുടെ ഞൊളിഞ്ഞു പോയി മൊത്തത്തിൽ തണുപ്പ് കാരണം. അപ്പോൾ എന്തായാലും മുകളിൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഒട്ടും താമസിച്ചിട്ട് മുകളിലേക്ക് പോവാം. തായേ ഇന്ന് ഐസാവും. പോവാ. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിനുള്ളിൽ കയറി. ഉള്ളിൽ കംപ്ലീറ്റ് കോട കയറി പോയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായില്ലേ? കോട കയറി പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുകളിൽ പോയാൽ നല്ല കോട കിട്ടുന്നത് പ്രതീക്ഷിക്കാം.
ഗൈസ് നമ്മളിപ്പോൾ കൊടനെത്തി അവസ്ഥ. ഇനി ഇവിടെ റൈറ്റ് 12 കിലോമീറ്റർ കൊടൈക്കനാലുണ്ട്. നമ്മൾ നേരെ കൊടൈക്കനാലിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കൊടൈക്കനാൽ ടൗണിലേക്ക് എത്താറായി. ഇതാ ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഈ കാണുന്നത്. ഇതുണ്ടോ ബോർഡ് കണ്ടോ, മൂഞ്ചിക്കൽ. 2020 മൊത്തം മൂഞ്ചിക്കലായിരുന്നു. പോവാ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കൊടൈക്കനാലെത്തി. ഉണ്ടോ കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ എത്തി നമ്മളിപ്പോൾ. ഇപ്പോൾ മറ്റേ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ബോട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിൽക്കുന്നില്ല. ഈ ഭാഗത്ത് പൊതുവേ ഭയങ്കര റഷാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനെ നിൽക്കാൻ അധികം താല്പര്യപ്പെടാറില്ല. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് മന്നവന്നൂർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് 32 കിലോമീറ്റർ ഉണ്ട് മന്നവന്നൂരിക്ക്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം 2:30 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഉച്ചയായെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈ ക്ലൈമറ്റ് കണ്ടിട്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പുമുണ്ട്. മന്നവന്നൂരാകുമ്പം കുറച്ചും കൂടി പീസ് ആൻഡ് കാംഫുൾ ഏരിയയാണ്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇവിടെ നീങ്ങാം. പോവാ. അപ്പോൾ നമ്മളെന്തായാലും കൊടൈക്കനാൽ ടൗണിൽ നിന്ന് തിരക്കുന്നൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ പൂമ്പാറ റോഡിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ഈ വഴി നേരെ മന്നവന്നൂരിലേക്ക് പിടിക്കാം. ഇനി 29 കിലോമീറ്റർ ഉണ്ട് മന്നവന്നൂരിക്ക്. ഇപ്പോൾ സമയം 2:25. പിന്നെയും ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. മഴ നിൽക്കുന്ന ഒരു ലക്ഷണവുമില്ല. ഞങ്ങളിങ്ങനെ തണുത്ത് വിറച്ച് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി അടിപൊളി. അപ്പോൾ ഒടുക്കത്തെ മഴ കാരണം തണുത്തിട്ട് ജീവൻ പോകാറായതുകൊണ്ട് ഞങ്ങളൊന്ന് വഴി കയറി. പ്രത്യേകിച്ച് ഗ്യാപ്പൊന്നും കിട്ടി. ഇതുണ്ടോ ഒരു മരത്തിൻ്റെ വേരൊക്കെയുള്ള സെറ്റപ്പ്. ഇതാ ഈ ഒരു ചെറിയ ഗ്യാപ്പിലപ്പോൾ ഞങ്ങൾ നിൽക്കുകയാണ്. കണ്ടോ നനഞ്ഞിട്ട് തണുപ്പെന്നൊക്കെ പറഞ്ഞ സായി എന്താ കയ്യൊക്കെ നോക്ക്. എൻ്റെ ഉൾവസ്ത്രം വരെ മെയിൻ ഐറ്റംസ് വരെ നനഞ്ഞു പോയി. ഓടിക്കുമ്പോഴേ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരിക്കണ ഒരു ഫീലിംഗ്. സത്യം കാറ്റിങ്ങനെ അടിച്ചിട്ടേ തുളഞ്ഞു കയറാൻ തുടങ്ങി. ഷട്ടൻ ഉള്ളിലെല്ലാം നനഞ്ഞല്ലോ. ഇനിയും ഉണ്ട് നമുക്കൊരു 10-12 കിലോമീറ്റർ മന്നവന്നൂരിക്ക്. പക്ഷെ മഴ കാരണം തണുപ്പ് സഹിക്കാൻ പറ്റാത്തപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയാണ്. ഇന്നാണെങ്കിൽ നല്ല തണുപ്പുണ്ടേ. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ മാരക തണുപ്പ്. എന്തായാലും അടിപൊളി റൈഡായിരുന്നു രാവിലെ മുതൽ. ഞാൻ പ്രതീക്ഷിച്ചു ഈ മഴ. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്കിനി മുമ്പോട്ട് നീങ്ങാം. ഇനി മഴ പോകുമെന്ന് തോന്നുന്നില്ല. പോവല്ലേ? അയ്യോ ബാക്ക് ടു ബൈക്ക്. ഇനിയും പോവാം. ബാ ഒരു ചായക്കട കണ്ടു. തണുത്തിട്ട് വായിക്കട പുക വരുന്നുണ്ട്. അതുകൊണ്ട് അതെ എല്ലാം പോയി. അതുകൊണ്ട് വാ ചൂടോട്ടുണ്ട് കാപ്പി പിടിക്കാം. മഞ്ഞ് കാരണം വേറെ ലെവലാണ് ഇപ്പോൾ. ഓക്കെ രണ്ട് കാപ്പി. തണുത്തിട്ട് ഒരു രക്ഷയില്ലാത്തപ്പോഴാണ് ഈ കട കണ്ടത്. നേരെ കയറി ഇതാ അവിടെ വണ്ടി നിൽക്കുന്നത്. രണ്ട് കാപ്പി അങ്ങോട്ട് പറഞ്ഞു. ആയി കാപ്പിയുടെ ചൂടൊന്നും അറിയില്ലല്ലോ കുടിക്കുമ്പോൾ. പിന്നെ ഇതാ രണ്ട് മാഗി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ എന്താ മാഗി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ പുറത്തെ ക്ലൈമറ്റ് ഉണ്ടോ, അവിടെ ചെറുതായിട്ടൊന്ന് കൊണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല മഞ്ഞ്. എന്തായാലും ഈ കാപ്പി ഒന്ന് കുടിക്കട്ടെ, ചൂടോടെ ഒന്ന് കുടിക്കട്ടെ. എന്താ സായി വായിന്ന് കണ്ടെന്നൊക്കെ പുക വരുന്നത്. അത് കഴിഞ്ഞാൽ മാഗി ഇങ്ങോട്ട് തിന്നിട്ട് വേണം മെല്ലെ നീങ്ങാൻ.
ഒന്ന് മൂന്ന് പോയി തണുത്ത് മഴയത്ത് വന്നിട്ട് ഇനി ഒരു മാഗി കിട്ടുമ്പോൾ സുഖമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ആഹാ, ഒന്നും പറയാനില്ല, അടിപൊളി. അതാ അങ്ങനെ നമ്മൾ ഒരു കാപ്പിയും മാഗിയും അകത്താക്കി. ഇപ്പോഴൊരു സമാധാനമായത് ശരീരത്തിന്. ഇന്ന് മെല്ലെ മന്നെ ഒരുക്കി. ഇവിടുന്ന് 10-12 കിലോമീറ്റർ ഉണ്ട്. ഓ, പിന്നെയും മഴ തുടങ്ങി. ഞങ്ങൾ ബൈക്കിൽ കയറാൻ നേരത്ത് പിന്നെയും മഴ തുടങ്ങി. നമുക്കിനി 7 കിലോമീറ്റർ, മന്നമന്നൂർക്ക് 7 കിലോമീറ്റർ, പിന്നെ കിളവരെ 13. അപ്പോൾ നമ്മുടെ 2 മെയിൻ സ്ഥലങ്ങൾ അടുത്തടുത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ മന്നമന്നൂരിക്കാണ് പോകുന്നത്. അതായത് ഇവിടുന്ന് റൈറ്റ് എടുത്താൽ നേരെ കൂക്കലിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ നേരെ കൂക്കലിലേക്ക് പോകുന്ന എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും, കൂക്കൽ ലേക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് മന്നമന്നൂർ പോയി റൂം എടുക്കാം. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ക്ലൈമറ്റ്. കണ്ടോ, മൊത്തം കോട കയറി ഭയങ്കര തണുപ്പും മഞ്ഞും. ആ കാണുന്ന പുല്ല് കണ്ടോ, ആ പുല്ലിൽ കംപ്ലീറ്റ് മഞ്ഞ് നിൽക്കുന്നുണ്ടോ അങ്ങനെ. നല്ല രസമുണ്ട് കാണാൻ. പോവാം, ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ട്. ചോദിച്ചു നോക്കാം ഉണ്ടോ ഇല്ലയോ ഒന്നും ഉണ്ടാകത്താണല്ലോ. നോക്കാം, എന്നാ കയറ്റിയിടാം അങ്ങോട്ട്. മോൻ ചോദിക്കാം, ഞാൻ ഇങ്ങോട്ട് കേട്ടോ. മോർണിംഗ് ഗൈസ്. ഇപ്പോൾ രാവിലെ 6 മണിയായി. ഇന്നലെ ആ മഴയോട് കൂടി ഞങ്ങൾ റൂം എത്തിയപ്പോൾ ഏകദേശം 6:30 7 മണി അങ്ങാണ്ടായി. പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വന്ന് കിടന്നു. നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ രാവിലെ 6 മണി സമയമായി. ഞങ്ങൾ മന്നമന്നൂർ റൂം എടുത്തിരിക്കുന്നു. വീട് നിന്നുള്ള വ്യൂവും കാരണം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ചെറിയ ഗ്രാമമാണ് സ്ഥലം, കാണിച്ചു തരാം. കണ്ടോ, ആ കാണുന്നത് കംപ്ലീറ്റ് അവരുടെ കൃഷിയിടങ്ങളാണ്. ഇവിടെ അങ്ങോട്ട് മൊത്തം അങ്ങനെയാണ്. ഒരു പഴയൊരു ഗ്രാമം, നല്ല രസമുണ്ട്. എന്നാലും ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, എന്നാൽ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അതേപോലെ നമുക്ക് കൂക്കലിലേക്ക് ഒന്ന് പോകണം. അവിടെ അവിടുത്തെ ലേക്കും കാര്യങ്ങളും അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ട്. അവിടെ എപ്പോഴും കൊടൈക്കനാൽ വന്ന് ആ ഒരു സൈഡിലേക്ക് പോകാറ്. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്നിട്ട് നമ്മുടെ ക്ലാവര സൈഡ്, അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാം. മന്നമന്നൂർ ഗ്രാമം. ഇവിടെ അങ്ങോട്ടുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ആ ഗ്രാമത്തിൻ്റെ ഉണ്ടോ, ഈ കാണുന്നതാണ് ആ വ്യൂ. മൊത്തം തട്ടുകളായിട്ട് തിരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നുണ്ടോ. നമ്മൾ സ്റ്റേ അടിച്ചത് അവിടെയാണ്, ആ ലോഡ്ജിലാണ്. താഴെ കാണുന്നുണ്ടോ മറ്റേ ക്യാബേജ്, നിറച്ച് ക്യാബേജാണ്. ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മന്നമന്നൂർ ഗ്രാമത്തിലൊന്നും എത്തി. നമുക്ക് അതിൻ്റെ ഉള്ളിലെ ആ ഒരു കൃഷിയും തോട്ടങ്ങളൊന്ന് കണ്ടു കളയാം. നല്ല രസമുണ്ട് കാണാൻ. ഞാനും അങ്ങനെ ഇറങ്ങിയത് വരെ നോക്കിയിട്ടില്ല. ഉണ്ട് ഗൈസ്, കംപ്ലീറ്റ് ക്യാരറ്റാണ്. നമുക്ക് ഈ സൈഡ് അതേപോലെ ഉരുളക്കിഴങ്ങ്, അതിൻ്റെ ഇടയ്ക്ക് പയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുണ്ടോ, ഓക്കെ. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോവാം. മുകളിൽ മൊത്തം മഞ്ഞ് കുറച്ച് കിടക്കുകയാണ്. അതുപോലെ മണ്ണ്
നോ നോ നോ. നമ്മളിതാ പക്ക ഗ്രാമമാണ്. നോക്കിക്കാ ഗ്രാമം നോക്കി എന്നെ രസം നോക്കിക്കാണേ. ഫുള്ള് കളർഫുള്ളായിട്ടുണ്ട് കണ്ടോ. നല്ല കളറായിട്ട് മഞ്ഞ് മൂടി കിടപ്പുണ്ട്. താഴെ നോക്കിയാൽ ക്ലൗഡ് ബെഡ് കയറും കാണുന്നുണ്ടോ, മഞ്ഞ് കാണുന്നുണ്ടോ കണ്ടോ. ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം. കണ്ടോ ഈ സൈഡ് മൊത്തം കൃഷി തന്നെയാണ്. ഈ സൈഡ് കംപ്ലീറ്റ് ഫാമിംഗ് ആണ് ഈ സൈഡൊക്കെ. നല്ല രസമുണ്ട് അവിടെ മഞ്ഞൊക്കെ കാണാൻ, അടിപൊളി. നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ആ എൻഡിൽ അതിൻ്റെ എൻഡിൽ നിന്ന് വ്യൂ കിട്ടും നോക്കാം. നമുക്ക് പോയിട്ട് ഒരു ഗ്രാമമാണിത്, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. വ്യൂ നോക്കുക, അടിപ്പം വ്യൂ. നമ്മൾ അവിടെ നിന്നാണ്ട് ആ ക്ലൗഡ് ബോട്ടില്ലേ അത് കിടപ്പ് നോക്കി. അതുകൊണ്ടാണ് നമ്മൾ ടിപ്പിക്കൽ കുട വിട്ടിട്ട് കുറച്ച് ഉള്ളിലേക്ക് നമ്മ ഏരിയ എത്തി ഓഫ് റോഡ്. അപ്പോൾ നമ്മൾ മന്നവന്നൂർ ഗ്രാമത്തിൽ ഇറങ്ങി വേറൊരു ചെറിയ ഓഫ് റോഡ് പോലെ തുടങ്ങി. അങ്ങോട്ട് എത്തുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ, മൊത്തം ആ ഗ്രാമങ്ങളിൽ മൊത്തം മഞ്ഞ് പോയിച്ച് ക്ലൗഡ് ബെഡ് പോലെ കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്പോൾ ഇത് അടുത്ത കാണിച്ചതാ. മൊത്തം മഞ്ഞിൽ പൊതിച്ചെടുക്കുന്ന നമ്മുടെ മന്നവന്നൂർ ഗ്രാമം. രാവിലെ കാട്ടുകോഴി വരെ സൗണ്ട് കേൾക്കാം. ഇവിടെ എവിടെയോ ഒരു പുഴയുണ്ടെന്ന് തോന്നുന്നു, നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ இந்த ஏரியா வந்துட்டு இந்த ஏரியா வந்துடும் கும்பூர் கும்பூர் തന്നെ ഏരിയ. ഓക്കെ ഓക്കെ. அந்த വില്ലേജ് கும்பூர் ஓகே. இது இந்த ஏரியா. ஓ அங்கே வழி இருக்கா? வழி இருக்கா? போக முடியுமா? போட்டிருந்தீங்களா? சரி சரி. உடுமலைப்பேட்டை, ஆ பொள்ளாச்சி, பொள்ளாச்சியிலேருந்து കൊഴിഞ്ഞാമ്പാറ അവിടെ പോയിരலாம். എങ്ങനെ இந்த வழியா? ഇവിടെ இல்ல, இது ரொம்ப ஈஸிங்க. ഈ വഴിയാ നടന്നു പോறோம். நடந்துல போய்க்கிறோம். ஜாலியா பழனி அப்படியே போவோம். இந்த வழி அமராவதி டேம். ஓஹோ கேள்விப்பட்டிருக்கேன். அமராவதி டேம். அமராவதி டேம். இது திருமூர்த்தி அணைக்கட்டு வைக்கிறீங்களா? திருமூர்த்தி. ഓഹോ ഇല്ല പോയിട്ടില്ല. അത് இந்த മേട് இருக்குல்ல, அது பெரத்தில இருக்கு திருமூர்த்தி. ഓഹോ ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ പാലക്കാട് പൊള്ളാച്ചി കൊഴിഞ്ഞാമ്പാറയ്ക്ക് കണക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അത് കൊള്ളാല്ലേ. അപ്പോൾ ഇതേ പോകാറുണ്ടോ ആൾക്കാർ, നടന്നു പോകാറുണ്ടോ? അപ്പോൾ ഇതാണ് അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ. ഇനിയിപ്പോൾ നമുക്ക് ആ ഗ്രാമത്തിലേക്ക് പോവാം. ഈ വഴി നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടല്ലോ, ആ ചേട്ടനെ വെച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഈ വഴി കൂടെ ഈ ഓഫോട് വഴി പോകുന്ന അറ്റം വരെ പോയി കഴിഞ്ഞാൽ ഈ മലയുടെ അപ്പുറം നമ്മുടെ കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി സൈഡാണ്. എൻ്റെ പോലെ ഇത് ഇന്ത്യ തന്നെയാണോ എന്ന് എനിക്ക് സംശയം ഇവിടുന്ന് ആ വ്യൂ കാണുമ്പോൾ. പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അടങ്ങുമ്പം ഇന്ത്യ എന്ന് മനസ്സിലാവും. അടിപൊളി സ്ഥലം കിട്ടും. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ മാരകമാണ്. മഞ്ഞ് കയറുന്നുണ്ടോ, മഞ്ഞടിച്ച് കയറുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും നമുക്ക് കണ്ടോ. അതേപോലെ അവിടെ ഒരു വില്ലേജ് ഉണ്ട്, അവിടെ ഒരു വില്ലേജ്. ഓരോ മലയുടെ മുകളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ്. അങ്ങോട്ട് ഇറങ്ങുന്ന ഡേഞ്ചറാണ് അവർ പറഞ്ഞത്. മഴയുണ്ട്, തെന്നിക്കിടക്കുകയാണ്, നല്ല കയറ്റമാണ്. ഓക്കെ, നമ്മൾ അവർ പറയുന്ന റെസ്പെക്ട് ചെയ്യും. നമ്മൾ തിരിച്ചു കയറുകയാണ്. ഇനി നേരെ നമുക്ക് കൂക്കലിലേക്ക് വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ കൂക്കലിൽ നിന്ന് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് കൂക്കലിലേക്ക് പോകേണ്ട വഴി എത്തിയിട്ടുണ്ട് കണ്ടോ. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് കൂക്കലിലേക്ക് പോകുന്നത്. 8 കിലോമീറ്റർ കൂക്കലിലേക്ക്, 27 കിലോമീറ്റർ ഇവിടുന്ന് കൊടൈക്കനാൽ. ശരി, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് എടുത്ത് നേരെ കൂക്കലിലേക്ക് പോകാം. കണ്ടോ, ഇത് വൈൽഡ് ആനിമൽ ക്രോസിംഗ് സോണാണ്. കണ്ടോ, ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പോവാ. ഇങ്ങോട്ടൊരു പ്രത്യേക വൈബാണ് കൂക്കലിലേക്ക് പോകുന്നുണ്ടോ. ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇവിടെ മരങ്ങളുടെ ഇടയൊക്കെ നോക്കി വ്യൂ അല്ലേ ഈ കാണുന്നത്. ഇതുണ്ടോ, നല്ല പച്ചപ്പരതാനി വിരിച്ച പോലത്തുള്ള നമ്മുടെ കൂക്കൽ സൈഡ്. നല്ല രസമുണ്ട് കാണാൻ.
രക്ഷയില്ല. അടുത്തതിൻ്റെ ബ്യൂട്ടി നോക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ കൂക്കലിലേക്ക് വന്ന് ലാൻഡ് ചെയ്തു. നല്ല തണുത്ത ക്ലൈമറ്റ് കേട്ടോ. കാരണം ഇവിടെ എത്തിയപ്പോൾ കണ്ട കൂക്കൽ സൈഡ് പറഞ്ഞാൽ മൊത്തം പച്ചപ്പരതാനി വിളിച്ചോ സ്ഥലങ്ങൾ കണ്ടോ. പുറകോട്ട് കാണാൻ പറ്റുതാ എൻ്റെ വണ്ടി സൈഡ് വണ്ടി നിർത്തിയിട്ടുണ്ട്. അടിപൊളി തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ വാങ്ങി തണുപ്പിട്ട് കണ്ടോ. മൂക്കൊക്കെ കണ്ട് ചോന്നിട്ടേ മൂക്കൊക്കെ അടഞ്ഞു തണുപ്പടിച്ചിട്ട്. ഞാൻ ഈ സ്ഥലം മൊത്തം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അടിപൊളി വൈബാണ്. ഈ തിങ്കളാഴ്ച ആയതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല രാവിലെ അതുകൊണ്ടാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞാൻ ഈ വ്യൂ ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇത് നോക്ക് ഗൈസ്, ഇത് കണ്ട ആരെങ്കിലും പറയുമോ ഇന്ത്യ ആണെന്ന്? വല്ല സ്വിറ്റ്സർലാൻഡൊക്കെ പോലെയില്ലേ കാണുമ്പോൾ അല്ലേ? ശരിക്കും അടിപൊളി ഭംഗിയുണ്ട് ഈ ഭാഗത്ത്. പ്രകൃതി ഇങ്ങനെ കനിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കണ്ടോ നമ്മൾ ബൈക്ക് അവിടെ ഇറക്കി വെച്ചു. കണ്ടോ മഞ്ഞ് വീണിങ്ങനെ കുതിർന്ന് നിൽക്കുകയാണെല്ലാം. സോ ഗൈസ് നമ്മളപ്പം നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് നീങ്ങുകയാണ്. കംപ്ലീറ്റ് മഞ്ഞ് കയറി മൂടി കണ്ടോ, കംപ്ലീറ്റ് മഞ്ഞ് കയറി മൂടി. ഇനി നമുക്ക് ഇവിടെ കൂക്കൽ ലേക്കിലേക്കും അതുപോലെ അവിടുത്തെ വില്ലേജൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളിതാ കൂക്കൽ ലേക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ആ കാണുന്നതാണ് കൂക്കൽ ലേക്ക്. അടുത്ത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്ത് നിന്നും അടുത്ത് തന്നെയാണ്. ഒരു 2-3 കിലോമീറ്റർ. നോക്കിയേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. ഇത് കണ്ടോ ഈ പരന്ന് കിടക്കുന്നതാണ് ഈ കൂക്കൽ ലേക്ക്. നല്ല രസമില്ല കാണാൻ. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. നോക്കിയേ. സോ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ കൂക്കൽ ലേക്ക്. നോക്കിയോ വ്യൂ നോക്കിക്കേ. ഒരു വാൾപേപ്പറിനുള്ള മുതലുണ്ട് കണ്ടോ. അതേപോലെ മുകളിൽ നല്ല കോട ഇറങ്ങി ഈ ഒരു ലേക്കും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ. അതാണ് നമുക്ക് കൊണ്ട വഴി. അപ്പോൾ നമ്മളപ്പോൾ പൂക്കൽ വന്നു, ലേക്കും വന്നു. അപ്പോൾ നമ്മൾ പൂക്കലിൽ നിന്നും വീട് പറയുകയാണ്. നമ്മൾ നേരെ ഇനി ക്ലാവരയ്ക്ക് പോകണം. അപ്പോൾ നമ്മൾ കിളവരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിളവര വില്ലേജിലേക്ക്. ഒരു പക്ക ഗ്രാമമാണ്. നമ്മളിപ്പോൾ മന്നമന്നൂരിൽ വന്നില്ലേ, ആ മന്നമന്നൂരിനേക്കാളും ഗ്രാമമാണ് ഇവിടുന്ന് കിളവരെ. അതുകൊണ്ട് നമുക്ക് ആ വില്ലേജ് ഇവിടുന്ന് കാണാൻ പറ്റും. കേട്ടോ അതൊക്കെ അവരുടെ ചെറിയ വില്ലേജ്, ആ ഒരു ക്ലൈമറ്റ് അല്ലേ ഇവിടെയിട്ട് ഈ കാണുന്നുണ്ടോ ഈ പൊളി. ബാക്കിലേക്കുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ മലയുടെ അപ്പുറം മൂന്നാറാണ്. അതായത് ഇവിടുന്ന് വെറും 14 കിലോമീറ്റർ ഉള്ളൂ മൂന്നാർക്ക്. ഒരു റൂട്ടുണ്ട് ആ വഴി. പണ്ടത്തെ ഒരു ഒരു മിസ്റ്റീരിയസ് റൂട്ടാണ്. എസ്കേപ്പ് റൂട്ടെന്നും ഫാം റൂട്ടെന്നൊക്കെ പറയും. ബട്ട് അത് അടച്ചു പോയി. ഇപ്പോൾ അങ്ങോട്ട് എൻട്രി ഇല്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. ഒരു 1.5 റൂട്ടാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആ റൂട്ട് ഞാൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ചെയ്തിട്ടില്ല. കാരണം തമിഴ്നാടിൻ്റെ ഒരു ബ്യൂട്ടിയും അതേപോലെ മൂന്നാറിൻ്റെ ഒരു ബ്യൂട്ടിയും ഈ മലകൾ കാണുന്നില്ലേ, ഇതിൻ്റെയൊക്കെ നമ്മൾ ആ ടോപ്പിൽ വരും. അപ്പം ഈ സൈഡ് വ്യൂവും അതുപോലെ മൂന്നാർ വട്ടവട ആ സൈഡ് വ്യൂവും രണ്ടും നമുക്ക് അവിടെ നിന്ന് വിറ്റ്നസ് ചെയ്യാൻ പറ്റും. അത്രയും ടോപ്പിൽ നിന്ന് രണ്ടും ഒരുമിച്ച് കാണുമ്പോൾ ഉണ്ടല്ലോ വ്യൂ, അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വ്യൂ തന്നെയാണ് അവിടെ നിന്നുള്ള വ്യൂ. പക്ഷേ സാറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, പക്ഷേ അത് പടച്ചു പോയി. അപ്പോൾ നമുക്ക് നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പെർമിഷൻ ഇല്ലാത്തടത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. സോ ഗൈസ് ഇതുണ്ടോ നമ്മൾ കിളവരെ എത്താറാകുമ്പോൾ കണ്ടില്ലേ ക്യാരറ്റ് പറിച്ചിട്ടേക്കുന്നുണ്ടോ, നല്ല ഫ്രഷ് ക്യാരറ്റ്. ഇതാ നമ്മൾ അക്ക അവിടെ ഇരുന്നിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടോ. എന്താ സ്പീഡാണ് നോക്കി. അതാ ഇത് കംപ്ലീറ്റ് ക്യാരറ്റാണ്. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മാർക്കറ്റിലേക്ക് കിട്ടുന്നത്. കണ്ടോ ഗൈസ് അവിടുന്ന് പറിക്കുന്ന ക്യാരറ്റ് കണ്ടോ. ആ ഇവിടെ വന്ന് കണ്ടോ ഒരു വൃത്തിയാക്കുന്നുണ്ടോ ക്ലീൻ ചെയ്തിട്ട്. അല്ല നല്ല ഫ്രഷ് ക്യാരറ്റ്. ഇവിടുന്നാണ് ഈ ക്യാരറ്റ് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് ഇനി ഇവർ വണ്ടിക്കകത്താക്കി നേരെ
മാർക്കറ്റിലെത്തിക്കും. ആയി കേട്ടൊക്കെയുണ്ട് കേട്ടില്ലേ? ഒരു പീസാ അല്ല ഫ്രഷ് കയറ്റി നോക്കി കുറച്ചിപ്പോൾ എടുത്തതാ കഴുകി വൃത്തിയാക്കിയത്. അപ്പോൾ എന്നാലും ഇനി ക്യാറ്റ് നിന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത റൂട്ടിലേക്ക് പോവാം. കുറച്ച് എനർജി ആവശ്യമുണ്ട് നമ്മുടെ അടുത്ത റൂട്ടിലേക്ക്. അതുകൊണ്ട് കുറച്ച് ക്യാറ്റ് നിന്നിട്ട് അങ്ങോട്ട് പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ കിളവറ വില്ലേജിൻ്റെ ലാസ്റ്റാണിത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പൂക്കളും അതുപോലെ പച്ചപ്പും പിന്നെ ഇവിടുത്തെ കൃഷിപ്പാടങ്ങളും കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ചെറിയൊരു ഓഫ് റോഡിന് ഇറങ്ങുകയാണ്. ഇറങ്ങാമല്ലേ? ഒരു ഡാമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എൻ്റെ വഴി പോകണം അല്ലേ? സ്ട്രൈറ്റാ? ആ നമുക്ക് പോയി എത്തിച്ചു ഡാം എത്തിച്ചിടും. ഓക്കെ താങ്ക് യു. ഇവിടെ മൊമെൻറ്റം ബ്രേക്ക് ചെയ്താൽ കഴിഞ്ഞു. കയറിയാൻ പറ്റില്ല. കട്ട ഓഫ് റോഡാണ്. ചെടി എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ചെടി. നമുക്കല്ല ഇടിച്ച് കയറുക. നിർത്താം. നീ സായി എന്താ നോക്കാൻ പോയിട്ട് ഇതുണ്ടോ ടയർ കണ്ടോ നമ്മുടെ ചെളി നോക്ക്. അയ്യോ കംപ്ലീറ്റ് ചെളി മുങ്ങി. നമ്മുടെ സായി യുദ്ധം ചെയ്ത് വരുന്നുണ്ട്. മതിയാ ഒഴുക്കാണ് മക്കളെ മരം നിൽക്കണമെന്ന് മാറിക്കോ 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 മാറിക്കോ. കൈയെടുത്തോ കൈയെടുത്തോ ചെറുതാ കൈയിടാ കൈ എന്നാ 5 രൂപയാ? പിള്ളേർ നോക്ക് തള്ളിക്കൊടുത്തിന് 5 രൂപ വേണമെന്ന്. ശരി കൊള്ളാലോ ഇവിടുത്തെ പിള്ളേർ. ഇപ്പോൾ തരാം 5 രൂപ. സായി എങ്ങനെയുണ്ടാവും ട്രാക്ക്? ആ അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ നീങ്ങുകയാണ്. ഇതിനങ്ങനെ പോയി കഴിഞ്ഞാൽ ഡാമിലേക്ക് എത്തുന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. സോ ഗൈസ് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എൻ്റെ വണ്ടി നിർത്തേണ്ടി വന്നു. കാരണം അവന് ചെറുതായിട്ട് ക്ലച്ച് പ്ലേറ്റ് കത്തി പോരാത്തതിന് കോയിലിനൊരു ഇഷ്യൂ ഉണ്ട്. ആഹാ ഓഹോ മുഖത്തേക്കൊക്കെയാണ് ചെളി. ടയർ കിടന്ന് ഉരുളുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. വണ്ടി കയറണില്ല. നമുക്കൊന്ന് കയറി നോക്കാം എന്താകും. ഓ കണ്ടോറ മുള്ളി അടിച്ച് കൈക്കുത്തി. ഓ ശോകം. ഉരുളം കയറാണെങ്കിൽ കുഴപ്പമില്ല. തെന്നലും കുത്തനെയുള്ള കയറ്റമാണ് എളുപ്പമുള്ള വരുന്നത്. കട്ട ട്രെയിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല ഓഫറാണ്. നമുക്ക് കയറി നോക്കാം. എന്തും പിടി വേണ്ട. മറ്റേ കറുത്ത മണ്ണാണ്. മറ്റേ കുഴകുഴാന്ന് നടക്കുന്ന മണ്ണാണ്. വേണ്ടോ ഇത് കാണുന്നുണ്ടോ? ഇത് കംപ്ലീറ്റ് അതെ കുഴാന്നാണ്. ടയറവിടെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ച് നിർത്തണം ടയറിനവിടെ. ഹായ് സെറ്റല്ലേ? പുറകിൽ കായുണ്ട്. എങ്ങനെയുണ്ട്? വ്യൂ എങ്ങനെയുണ്ട്? അതാണ് നമ്മുടെ കേരളം തമിഴ്നാട് ആ സൈഡൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നോക്കി ഗൈസ് മൊത്തത്തിൽ പൈൻ ട്രീ ഉണ്ടോ?
ചുറ്റുപാട് കണ്ടോ, അവിടെ ഒരു ലേക്കും ഉണ്ട് കണ്ടോ, ഒട്ടിപ്പനായിട്ടില്ലേ. ഇതാണ് നമ്മുടെ ആ ലേക്ക് കേട്ടോ. ഈ വ്യൂ, ഇങ്ങനൊരു വ്യൂ നിങ്ങൾ കൊടൈക്കനാൽ കണ്ടിട്ടുണ്ടോ? കാടിനുള്ളിൽ കൂടെ അടിപൊളിയായിട്ടുള്ള വ്യൂ. നമ്മൾ ജസ്റ്റ് ഈ ഡാമൊക്കെ കാണാൻ വന്നുള്ളൂ. ഇങ്ങോട്ട് വരിക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത്യാവശ്യം കിടിലിന് ഓഫ് റോഡാണ്, വമ്പച്ചിന് ഓഫ് റോഡാണ്. വണ്ടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ട് മൊത്തം ചെളിയും കാണുന്നുണ്ട്. നോക്കിയേ അങ്ങോട്ടുള്ള വ്യൂ നോക്കിയേ, എന്താ രസം നോക്കിയേ. സോ ഗൈസ്, ദേ ആൽഫി നമ്മൾ വന്ന വഴി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ, ബ്രേക്ക് തൊടാൻ പറ്റൂല. അപ്പോൾ അവൻ വണ്ടി ഓഫ് ചെയ്തിട്ട് എൻജിൻ ബ്രേക്കിങ്ങിലാണ് വണ്ടി ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ നമ്മളിപ്പോൾ ചെറിയൊരു ഓഫ് റോഡിങ് ചെയ്ത് കയറിപ്പോയി. അവിടെ ചെറിയൊരു കൊച്ചു ലേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഡാമെന്ന് ആദ്യം പറഞ്ഞത്, പക്ഷേ ഡാമെന്ന് അറിയില്ല, ചെറിയൊരു കൊച്ചു റിസർവോയർ. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ആ മാരകമായ ഓഫ് റോഡ്, പക്ക മഴ പെയ്ത് ചെളിയായിരുന്നു, ചെളി കുതിർന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഓഫ് റോഡ് വീഡിയോ, ഇതുണ്ടോ പാൻ്റൊക്കെ നോക്കി ചെളിയിൽ മുങ്ങി. അതുപോലെ വണ്ടി കണ്ടോ, വണ്ടിയുടെ ഉൾഭാഗം കണ്ടോ, ട്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അതുപോലെ കയറിയതിനേക്കാളും പാടായിരുന്നു താഴോട്ട് ഇറക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിധം ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളിതാ കിളവരിൽ നിന്ന് മറ്റേ മന്നവനൂരിലേക്ക് പോകുന്നു. നമ്മുടെ റൂം അവിടെയാണ്. അവിടെ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം ബാക്കി. അതിന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഞങ്ങൾ പാലക്കാടേക്ക് വിടുകയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കണ്ടത് കൊടൈക്കനാലിലെ വിശേഷങ്ങളും ഒരു സിമ്പിൾ റൈഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അതുപോലെ ഈ ബ്യൂട്ടിഫുൾ വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത റൈഡുമായിട്ട് അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ബൈ.